ഹായ് ഗൈസ്, സിനിഫയിൽ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ്ഡം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്നലെ OTT റിലീസായ സിനിമ. അപ്പോൾ ഞാനത് ഇന്നലെ വൈകിട്ട് തന്നെ കണ്ടു. ഇന്ന് രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കിങ്ഡം സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ടൈം വാച്ചബിൾ മൂവിയാണെന്ന് ആദ്യം തന്നെ പറയുന്നു. ഒരു തവണ കാണാനുള്ള സംഭവങ്ങളെല്ലാം ആ സിനിമയിലുണ്ട്. പിന്നീട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രോവൽ, ക്ലൈമാക്സ്, ഈ 3 പോർഷനിലും കിട്ടുന്ന ഹൈ മൂവ്മെൻ്റ് ഉണ്ട്. ഈ 3 പോർഷൻസിന് വേണ്ടി നമുക്ക് ഈ സിനിമ കാണാം. കാരണം ഈ 3 പോർഷൻസും നമ്മളെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ജേഴ്സി എന്ന സിനിമ എടുത്ത ഒരു ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജേഴ്സി എടുത്ത ഡയറക്ടറാണോ ഇതെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജേഴ്സി ലെവല്, അല്ലെങ്കിൽ ജേഴ്സി എന്ന് പറയുന്നത് ഒരു ഭയങ്കര നല്ലൊരു സിനിമയാണ്. അതിനൊരു സിനിമയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മസ്റ്റ് വാച്ച് മൂവിയാണ്. അതുപോലെ ഒരു സിനിമ എടുത്ത ഡയറക്ടർ ഇതുപോലൊരു സിനിമ എടുക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിലും ഈ ഇൻ്റർവെൽ, ക്ലൈമാക്സ്, ഇതാണ് നമ്മുടെ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള 3 ഘടകങ്ങൾ. ഈ സിനിമയിൽ ഈ 3 പോർഷൻസും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ദേവരുടെ ഇൻട്രൊഡക്ഷനൊക്കെ അത്യാവശ്യം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ്. വലിയ ഒരു തെലുങ്ക് ഹീറോ ടൈപ്പ്, ടിപ്പിക്കൽ തെലുങ്ക് ഹീറോ ടൈപ്പ് ഈ ഇൻട്രോ ഒന്നും അല്ല. അതൊക്കെയാണ് ഗൗതം തിന്നരൂരി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ പ്രത്യേകത. പിന്നെ ഉള്ളത്, ഇനി നമുക്ക് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാം. ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹീറോയിൻ പടത്തിൽ സ്ക്രീൻ സ്പേസ് ഇല്ല. അവിടെ വരുന്നു, ഇവിടെ വരുന്നു, പെട്ടെന്ന് റൊമാൻറ്റിക് ആവുന്നു, പെട്ടെന്ന് നായകനായിട്ട് ക്ലോസ് ആവുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു ഹീറോയിൻ, അത്രേ ഉള്ളൂ. വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നുള്ളത് ഒരു പോലീസ് ക്യാരക്ടറാണ്. അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നി. പിന്നെ ഉള്ള ക്യാരക്ടർ വിജയ് ദേവരകൊണ്ടയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം അദ്ദേഹം കാണിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഈ അർജുൻ റെഡ്ഡിയിലും വേൾഡ് ഫേമസ് ലവ് ഹോട്ടലും, പിന്നെ കുറേ പടങ്ങളായിട്ട് അദ്ദേഹം കാണിക്കുന്ന സ്ഥിരം സാധനങ്ങളൊന്നും ഇല്ല ഈ സിനിമയിൽ. അത് തന്നെയാണ് ഈ സിനിമയിൽ വിജയ് ദേവരകൊണ്ട സിനിമയ്ക്ക് ഉപരി ഗൗതം തിന്നൂരി സിനിമയാണ് നിങ്ങൾ കാണുന്നത് എന്ന് ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു സാധനം നിങ്ങൾ വിജയ് ദേവരകൊണ്ടയുടെ ക്യാരക്ടർ നോക്കിയാൽ മതി. ഭയങ്കര സറ്റിലായിട്ടുള്ള ആക്ടിങ്ങും, ചില സീനിലൊക്കെ പുള്ളി ശരിക്കും ഇമോഷണലായിട്ട് അഭിനയിക്കുന്ന കുറേ സീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചില സംഭവങ്ങളൊക്കെ സിനിമയിൽ വർക്കായിട്ടുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻട്രോവലും ക്ലൈമാക്സും നല്ല രീതിക്ക് എനിക്ക് വർക്കായിട്ടുണ്ട്. പക്ഷേ അതിന് നടുക്ക് വരുന്ന കുറേ പോർഷൻസൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കി. അതിൻ്റെ നടുക്ക് വരുന്ന ആ പോർഷൻസിലും കുറച്ചും കൂടെ അവിടെ എവിടെയൊക്കെ ഹൈ മൊമെൻ്റ് ഇടുമായിരുന്നു, കുറച്ചും കൂടെ നല്ല രീതിക്ക് നമുക്ക് ഈ സിനിമയിലോട്ട് ഇൻവോൾവ് ആകാൻ പറ്റിയ. പക്ഷേ ഇൻട്രോവലും ക്ലൈമാക്സും മാത്രമേ നമുക്ക് നല്ലൊരു ഫീല് തരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നല്ലൊരു ഫീല് തരുന്നുള്ളൂ. പിന്നെ ഉള്ളത് സത്യദേവൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ക്യാരക്ടറാണ്. പുള്ളിയാണ് ഈ സിനിമയിൽ വിജയ് ദേവരകൊണ്ടയെക്കാട്ടിലും മെയിൻ വില്ലനെക്കാട്ടിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പുള്ളിയാണ്. പുള്ളിയുടെ റോളെന്ന് പറയുന്നത് പുള്ളിക്കൊരു ഒരു ബോയ് ഉണ്ട്. അതായത് പുള്ളി പ്രോമിസ് ചെയ്തൊരു കാര്യമുണ്ട്, അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കീപ്പ് ചെയ്യണം. അതാണ് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഉദ്ദേശം. അതിനെന്ത് വന്നാലും അതൊന്നും പുള്ളിക്കൊരു വിഷയമല്ല. പക്ഷെ അവിടേക്ക് വിജയ് ദേവരകൊണ്ടയുടെ ക്യാരക്ടർ വരുന്നു, പിന്നീട് അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അതൊക്കെയാണ് സിനിമയുടെ പശ്ചാത്തലം. പിന്നീടുള്ളത് നമ്മുടെ മലയാളിയായിട്ടുള്ള വെങ്കടേഷ് വിപിയുടെ ക്യാരക്ടറാണ്. വെങ്കടേഷ് വിപിയുടെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെങ്കടേഷ് വിപിക്കും ഹീറോയിനെ പോലെ ഹീറോയിനേക്കാളും സ്ക്രീൻ സ്പേസ് ഉണ്ട്. പക്ഷേ സ്ക്രീൻ സ്പേസ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, അതായത് സത്യദേവൻ്റെ ക്യാരക്ടറെ വെച്ച് നോക്കിയാലും വിജയ് ദേവരകൊണ്ടയുടെ ക്യാരക്ടറിനെ വെച്ച് നോക്കിയാലും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയുടെ ആക്ടിങ് ക്യാപ്പബിലിറ്റീസൊക്കെ പുറത്തെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. മൊത്തം വരുന്നു, ഡയലോഗ് പറയുന്നു, അങ്ങനെ ഒരു സാധനമുള്ളൂ. പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷെ ഉണ്ട് ഒരു സീനുണ്ട്, അതായത് പീക്ക് വയലൻസ്. പക്ഷെ അത് പീക്ക് വയലൻസ് കാണിക്കുന്ന ഒരു സീനുണ്ട് പുള്ളിയുടെ. അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുമുണ്ട്. പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും പുള്ളിക്ക് കിട്ടിയ ആ സീനിൽ
പുള്ളി പുള്ളിയുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പടത്തിലെ മെയിൻ വില്ലൻ ക്യാരക്ടർ ഞാനാണെന്ന് ഉറപ്പിക്കുന്ന ഒരു സീനായിരുന്നു ആ ഒരു അത്രയും പീക്ക് വയലൻസ് കാണിക്കുന്ന സീൻ. പക്ഷെ അതിലോട്ട് നമ്മൾ ഇൻവോൾവ് ആവാനായിരുന്നെങ്കിൽ അത് ബ്ലർ ചെയ്യല്ലായിരുന്നു. അത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സീൻസും ബ്ലർ ചെയ്തു. എന്നിട്ട് ഒരു ബാഡ് വേർഡ് എങ്ങാണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ എന്തോ പറയുന്നുണ്ട്, അത് അവർ മ്യൂട്ട് ചെയ്തില്ല. പക്ഷെ വയലൻസിന്റെ സീൻസ് എല്ലാം ബ്ലർ ചെയ്ത് കളഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ബ്ലർ ചെയ്യേണ്ടത്. അതിന് ബ്ലർ ചെയ്തില്ലേലും അത്രയ്ക്കും UA സർട്ടിഫിക്കേഷന് വേണ്ടി അത്രയും ബ്ലർ ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ബ്ലർ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ സിനിമയിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക സിനിമയിൽ നിന്ന്. ഈ ബ്ലർ ഇങ്ങനെ കാണുമ്പോൾ എന്നുവെച്ചാൽ സിനിമയുടെ ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ അവിടെ ആ പുറകിലും ഫ്രണ്ടിലും അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ബ്ലർ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങ് ബ്ലറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിനെ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ആ സിനിമയിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തത്. ചിലപ്പോൾ അതായിരിക്കാം 2-3 സീൻസിൽ ചിലപ്പോൾ അതായിരിക്കാം നമുക്ക് ഇത് ഫീൽ ചെയ്യാവുന്നത്. അപ്പം ആ ഒരു സംഭവം ഒഴിവാക്കായിരുന്നു എന്ന് പേഴ്സണലി തോന്നി. പിന്നീട് ഈ സിനിമയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ ബാക്കിയുള്ള സീൻസും അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് പ്രതീക്ഷിച്ചത്. ഗ്രാഫ് ഇങ്ങനെ ഉയരും, പിന്നെ ഗ്രാഫ് ഉയരും, പിന്നെ ക്ലൈമാക്സിൽ ഗ്രാഫിറ്റി ഉയരും, പിന്നെ ബാക്കി ഞങ്ങൾ സെക്കൻഡ് പാർട്ടി പറയാം എന്നൊരു സംഭവമാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു തവണ വൺ ടൈം വാച്ചബിൾ ആണ് സിനിമ. അതിനുള്ളതെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ലാഗും ബോറടി ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല. പിന്നെ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ദേവരകൊണ്ടയുടെ സ്ഥിരം ക്ലീശ സ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് കാണാൻ പറ്റി. സട്ടിൽ ആക്ടിങ് സംഭവമാണ് പുള്ളി ഇതിനകത്ത് പിടിച്ചിട്ടുള്ളത്. കൊള്ളാം. പിന്നെ ഉള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ക്യാരക്ടേഴ്സ് ഉള്ളൂ പവർഫുൾ ആയിട്ട് തോന്നിയത്. പിന്നെ ബാബുരാജിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒന്നും ഇല്ല, വെറുതെ വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വില്ലന്മാരെല്ലാം വെറുതെ വരുന്നു, ഡയലോഗ് പറയുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സംഭവം, അതായത് അവരുടെ ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല എന്ന് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷെ ഓരോ ക്യാരക്ടേഴ്സിനും അവർക്ക് അവരുടേതായിട്ടുള്ള സംഭവം പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സീൻസ് ഇതിലുണ്ട്. ചിലപ്പോൾ ആ സീൻസ് മതി. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് ലെങ്ത് ഉള്ള സിനിമയെ കട്ട് ചെയ്ത് ചെറുതാക്കിയ പോലെ സീൻ ചെയ്തു. കാരണം ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സീനുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം പെട്ടെന്നാണ് അടുത്ത സീനിലോട്ട് കട്ട് പോകുന്നത്. ആ കട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ കഴിഞ്ഞ സീനും ഈ സീൻസിനും ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ച പോലെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ഒരുപാട് ഡിലീറ്റഡ് സീൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ BGM എന്ന് പറയുന്നത്, അനിരുദ്ധിൻ്റെ BGM പലയിടത്തും വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല. ആകെപ്പാടെ മറ്റേ റഗിലെ സോങ്ങും പിന്നെ ഇൻ്റർവെല്ലിൽ വരുന്ന ആ ഒരു കൈ ഉയർത്തുമ്പോൾ വരുന്ന ഒരു BGM ഉണ്ട്. അത് ഭയങ്കര ട്രെൻഡായ ഒരു BGM അല്ല, നിങ്ങൾക്കറിയാലോ. ട്രെൻഡായ ഒരു കിങ്ഡം BGM മാത്രമാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നില്ല. ബാക്കിയെല്ലാം നോർമലി ഒരു നോർമൽ ലെവലിൽ പോകുന്നൊരു BGM ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ അതിൻ്റെ ഇത് ഉയരുന്നത്, അതായത് ആ BGM എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ ടൈമിൽ ആ BGM കയറി അങ്ങ് നമ്മളെ പൊളി സെക്കൻഡ് ഹാഫ് എടുത്തോണ്ട് വാടാ അങ്ങനെ ഒരു സംഭവത്തിലോട്ട് കൊണ്ടുപോകും. അതുപോലെ പീക്കായിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നത്. പിന്നെ ഉള്ളത് ക്ലൈമാക്സിൽ വരുന്ന റെഗുലർ സോങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റത്തെ ആ ഒരു സെറ്റപ്പ്, ഡയറക്ടറുടെ പേര് കാണിക്കുന്ന സെറ്റപ്പ്, പിന്നെ പുതിയൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്കി ഞങ്ങൾ സെക്കൻഡ് പാർട്ടിൽ പറയാമെന്നൊരു സംഭവമാണ്. പക്ഷെ സെക്കൻഡ് പാർട്ടിന് ഞാൻ എക്സൈറ്റഡ് അല്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പാർട്ട് മോശമല്ല. ഈ സിനിമ ഒരു തവണ കാണാനുള്ള എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ജസ്റ്റ് ടൈം പാസിന് വേണ്ടി കാണാൻ പറ്റുന്നൊരു സിനിമയാണിത്. പിന്നെ സെക്കൻഡ് പാർട്ട് നമ്മളെ കാണാൻ വേണ്ടി എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവങ്ങളൊന്നും ഫസ്റ്റ് പാർട്ടിലില്ല. പക്ഷെ ഒരു സിനിമ കാണുന്ന ഒരു ഫീലിൽ നമുക്ക്
എന്ന് വെച്ചാൽ ഒരു കുറച്ച് നേരത്തേക്ക് ബോറടിക്കുന്നെങ്കിൽ സമയം കളയാൻ വേണ്ടി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് കിങ്ഡം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കിങ്ഡം എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. പിന്നെ ഇത് ഇനി കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. അതായത് നിങ്ങൾക്ക് ഈ സിനിമ കാണാനുള്ളൊരു ഇതുണ്ടെങ്കിൽ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് നിങ്ങൾക്ക് ഇതുണ്ടെന്ന് വിചാരിക്കുക, എന്നാ ടൈമുണ്ട്. ഐ മീൻ ഭയങ്കര ബോറടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ കാണാൻ പറ്റിയ സിനിമയാണ്. അത് നമുക്ക് ആ ഒരു ഇതിലിരുന്ന് കാണണം. അപ്പം നമുക്ക് ശരിക്കും സിനിമ വർക്കാവുകയൊക്കെ ചെയ്യും. അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ട് കാണുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് പറയാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ